ഇടുക്കിയിലും കോഴിക്കോടും സർക്കാർ സ്ഥാപനങ്ങളിൽ ബോംബ് ഭീഷണി. കളക്ടറുടെ ഓഫീസ്, മുല്ലപ്പെരിയാർ ഡാം എന്നിവിടങ്ങളിൽ ബോംബ് ഭീഷണിയുണ്ട്. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനും ഒപ്പം കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദും ചേരുന്നുണ്ട്. ആദ്യം രാഹുലിലേക്കാണ്. രാഹുൽ, ഈ കഴിഞ്ഞ കുറേ നാളുകളായി വ്യാജ ബോംബ് ഭീഷണികൾ വരാറുണ്ട്. ഇത്തവണത്തെ ഈ മുല്ലപ്പെരിയാർ ഡാമിനാണ് ഭീഷണി എന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും വിവരം, സൂചന, എവിടെ നിന്നാണ് ഈ ഭീഷണി വന്നത്? കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടോ? ഗൂഗിൾ ഇതും ഒരു വ്യാജ ഭീഷണി തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് പോയിരിക്കുന്നത്. ഇന്ന് രാവിലെ 6:35 മുട്ടം കോടതിയിലേക്കാണ് ആദ്യം ഒരു മെയിൽ വരുന്നത്. സമീർ കുഷ്ബ എന്ന പേരിലാണ് സന്ദേശം എത്തിയത്. ഇടുക്കി കളക്ടറേറ്റ്, അതുപോലെ തന്നെ കളക്ടറുടെ ഓഫീസ്, മുല്ലപ്പെരിയാർ ഡാം, തൊടുപുഴ മുട്ടം കോടതി എന്നിവിടങ്ങളിൽ IED ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നായിരുന്നു ആ സന്ദേശത്തിലുണ്ടായിരുന്നത്. ഗുരുതര ആരോപണങ്ങളൊക്കെ അതിൽ എഴുതി ചേർക്കുകയും ചെയ്തിരുന്നു. ഉദയനിധി സ്റ്റാലിന്റെ പേരും അതിനോട് ചേർത്ത് വെച്ച ചില സംഭവങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഭീഷണി സന്ദേശം ഉണ്ടായിരുന്നത്. രജനീകാന്തിന്റെ വീടിനുൾപ്പെടെ ബോംബ് വെച്ചിട്ടുണ്ട് എന്നും ഇതിൽ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ബോംബ് സ്ക്വാഡും പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ നടത്തിയ പരിശോധനയിൽ സംശയകരമായ ഒന്നും തന്നെ നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശരി രാഹുൽ, ഏതായാലും മുല്ലപ്പെരിയാർ ഡാമിനായിരുന്നു ബോംബ് ഭീഷണി. അതിൽ കാര്യമായി ഒന്നും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. പരിശോധന തുടരുകയാണ്. ഇനി കോഴിക്കോടേക്കാണ്. കോഴിക്കോട് കളക്ടറേറ്റിനാണ് ബോംബ് ഭീഷണി എന്ന് മനസ്സിലാക്കുന്നു. കളക്ടറുടെ ഓഫീസിനാണ് ബോംബ് ഭീഷണി. സമീർ സി മുഹമ്മദ്, ഇടുക്കിയിലെ അതേ അവസ്ഥ തന്നെയാണോ? ഒന്നും കണ്ടെത്തിയിട്ടില്ലേ? ഗോകുൽ, ഇടുക്കിയിൽ ലഭിച്ചതുപോലുള്ള സമാന മെയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലാ കളക്ടർക്കും ലഭിച്ചിരിക്കുന്നത്. ആ സന്ദേശത്തിൽ പറയുന്നത് കളക്ടറേറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നും 1 മണിയോടുകൂടെ അത് പൊട്ടിത്തെറിക്കും എന്നുമായിരുന്നു. എന്നാൽ നിലവിൽ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു സന്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിൽ അക്കാര്യം കളക്ടർ തന്നെ പോലീസിനെ അറിയിച്ചു. നടക്കാവ് പോലീസ് എത്തിക്കൊണ്ട് അവിടെ പരിശോധന നടത്തി. മാത്രമല്ല അവിടെ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും എത്തിക്കൊണ്ടും പരിശോധന നടത്തി. കളക്ടറുടെ ഓഫീസ്, അതുപോലെ തന്നെ മറ്റ് ഓഫീസുകൾ, അതുപോലെ അതിന്റെ പാർക്കിംഗ് ഏരിയ, അതുപോലെ തന്നെ അവിടെ മറ്റ് പാഴ്വസ്തുക്കൾ കൂട്ടിയിടുന്ന ഇടങ്ങൾ, ആ ഭയങ്കര നിരീക്ഷിച്ചുകൊണ്ട് പരിശോധന നടത്തിയെങ്കിലും ഇതുവരെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെയും അത് വ്യാജ ബോംബ് ഭീഷണിയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ശരി, ഏതായാലും വ്യാജ ഭീഷണിക്കാർ അങ്ങനെ വിലസുകയാണ്. പക്ഷേ ഒരുപാട് ഉദ്യോഗസ്ഥരുടെ സമയവും അധ്വാനവും മെനക്കെടുത്തുന്ന പണിയാണ് ഈ കാണിക്കുന്നത്. ഇടുക്കിയിലും കോഴിക്കോടുമാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ ബോംബ് ഭീഷണി വന്നിരിക്കുന്നത്. ഇടുക്കിയിൽ മുല്ലപ്പെരിയാർ ഡാമിനും ഒപ്പം കോഴിക്കോട് കളക്ടറുടെ ഓഫീസിനുമാണ് ഈ വ്യാജ ബോംബ് ഭീഷണി എന്ന് ഇപ്പോഴത്തെ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. തമിഴ് ബന്ധമുണ്ട്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സംഘടനകളുമായൊക്കെ പേരൊക്കെ പറഞ്ഞു, തമിഴ്നാട്ടിലെ നേതാക്കളുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കെതിരെയുള്ള ഭീഷണി എന്നൊക്കെ സൂചനയിലാണ് ഈ സന്ദേശങ്ങൾ വന്നത്. പക്ഷേ ഒന്നും കണ്ടെത്തിയിട്ടില്ല എവിടെയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.